നമസ്കാരം. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയായി എസ് ജയശങ്കർ വീണ്ടും അധികാരമേറ്റിരിക്കുകയാണ്. അദ്ദേഹം അധികാരമേറ്റ ഉടൻ തന്നെ പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ വിദേശ നയത്തിലുള്ള ചില മാറ്റങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഏതൊരു രാജ്യത്തും, പ്രത്യേകിച്ചും ഇന്ത്യ പോലെയുള്ള ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാർ തുടർച്ചയായി 3 തവണ തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തുടർച്ചയായി BJP സർക്കാർ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മറ്റ് ലോക രാജ്യങ്ങൾ മനസ്സിലാക്കുന്ന ഒന്നുണ്ട്, അതായത് ഇന്ത്യയിൽ രാഷ്ട്രീയമായ സ്ഥിരതയുണ്ട് എന്ന്. അത്തരത്തിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കും അവർ മുന്നോട്ടുള്ള അവരുടെ വിദേശകാര്യ നയങ്ങൾ തീരുമാനിക്കുന്നത്, ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെ പോകണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറ്റവും അധികം നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അധികം തലവേദനകൾ ഉണ്ടാവാറുള്ളത് 2 രാജ്യങ്ങളുമായാണ്. ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് പാകിസ്ഥാനാണ്. ഇക്കുറിയും അതിന് മാറ്റമൊന്നുമില്ല. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്ത 5 വർഷത്തെ ബന്ധം എങ്ങനെയാകണം എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഏറ്റവും അധികം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചില സൂചനകൾ കൂടി, ഈ 2 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നതിന്റെ കൃത്യമായ ചില സൂചനകൾ കൂടി അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഈ 2 രാജ്യങ്ങളുമായി ഇന്ത്യക്കുള്ള ബന്ധം വ്യത്യസ്ത തലത്തിലുള്ളതാണ്. അവിടെയുള്ള പ്രശ്നങ്ങളും വ്യത്യസ്തമാണ് എന്ന് നമുക്കറിയാം. ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രശ്നമാണ് ഏറ്റവും അധികം ഉള്ളത്. ഈ ചൈനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് പരിഹരിക്കാനുള്ളതും അതിർത്തി കയ്യേറുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അതേസമയം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രശ്നങ്ങളല്ല, മറിച്ച് അതിർത്തി കടന്നുള്ള ഭീകരവാദ പ്രശ്നങ്ങളാണ് പരിഹരിക്കേണ്ടതായുള്ളത്. ഈ 2 പ്രശ്നത്തിനും പരിഹാരം കാണുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇക്കുറിയും എസ് ജയശങ്കർ ഏറ്റെടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം മറ്റൊരു രാജ്യം കൂടി ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇത്രയും നാളും ചൈനയും പാകിസ്ഥാനും മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആ ലിസ്റ്റിലേക്ക് മാലിദ്വീപ് കൂടി കടന്നു കയറിയിട്ടുണ്ട്. മാലിദ്വീപ് പ്രസിഡന്റായ മുഹമ്മദ് മുയ്സുവുമായി എസ് ജയശങ്കർ ഇതിനോടകം തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, മാലിദ്വീപിന്റെ പ്രസിഡന്റായ മുഹമ്മദ് മുയ്സു സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഇതൊക്കെ ഒരു ശുഭ സൂചനയാണ് നൽകുന്നത്. ഇപ്പോൾ ഇത് വിദേശകാര്യ മന്ത്രിയും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് നേരിട്ട് പറയുന്നു. നമുക്കറിയാം, മുയ്സു അധികാരത്തിലേറിയതിനു ശേഷമാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം വളരെ വഷളായത്. ഇതിൽ പരിഹാരം കാണേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാട് 2 രാജ്യങ്ങളും ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ മാലിദ്വീപുമായുള്ള പ്രശ്നത്തിന്റെ മഞ്ഞൊരുക്കത്തിന്റെ സൂചനയായി തന്നെയാണ് ഈ എസ് ജയശങ്കറിന്റെ പുതിയ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.